പിന്നെ രണ്ടാമത്തെ അബദ്ധം, ഞാൻ ശരിക്കും ക്രിസ് വേണുഗോപാൽ സാറിന് മുമ്പേ സംസാരിക്കണമായിരുന്നു. ഇല്ല, ബാഹുബലി സിനിമയിൽ പറയുന്ന പോലെ ഇടയ്ക്ക് പടം കുറച്ച് ലാഗ് ആണെങ്കിലും ക്ലൈമാക്സ് നന്നായി കഴിഞ്ഞാൽ ആരും ലാഗ് അറിയില്ല. ഇതിപ്പോൾ സാർ പൊളിച്ചടിക്ക് പോവുകയും ചെയ്തു, ക്ലൈമാക്സ് സംസാരിക്കേണ്ട അവസ്ഥയായിക്കഴിഞ്ഞു. ഈ വേദിയിൽ നിൽക്കുമ്പോൾ സത്യത്തിൽ ഞാനൊരു 10-30 വർഷം മുമ്പ് എൻ്റെ സ്കൂളിൽ, ഞാൻ തിരുവനന്തപുരത്ത് സെൻറ്റ് തോമസ് എന്ന് പറയുന്നൊരു സ്കൂളിലാണ് പഠിച്ചത്. ഇറ്റ് വാസ് എ CBSE സ്കൂൾ. ഒരു ഇൻഫാക്ട് ഒരു സൊസൈറ്റി ഹൈ ക്ലാസ് സ്കൂളെന്ന് തന്നെ പറയാം. അന്ന് ആനുവൽ ഡേക്ക് പോയപ്പോൾ ഇതുപോലെ എൻ്റെ കൂടെ എൻ്റെ അമ്മയാണ് വന്നത്. അമ്മ ഒരു ടിപ്പിക്കൽ നാട്ടിൻപുറത്തുകാരിയാണ്. അമ്മയും ഞാനും കൂടെ പോയി, എൻ്റെ അനിയനും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്ന ചീഫ് ഗസ്റ്റ്, വ്യക്തിയുടെ പേര് ഞാനങ്ങ് ഓർക്കുന്നില്ല. അന്ന് പുള്ളി പറഞ്ഞു, ഞങ്ങൾ സ്റ്റുഡൻസിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സുവർണ കാലഘട്ടത്തിലാണ് നിങ്ങൾ നിൽക്കുക. അപ്പം ഞാനന്ന് 6ാം ക്ലാസ്സായിരുന്നു, 6th or 7th ആയിരുന്നു. അന്നേരം പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സുവർണ കാലഘട്ടമാണ് ഇത്, നിങ്ങൾ എൻജോയ് ചെയ്യണം, ഇത്രയും നല്ലൊരു കാലഘട്ടം പിന്നെ കിട്ടുകയില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പുള്ളി പോയി. അപ്പം ഞാൻ വീട്ടിൽ വന്നിട്ട് എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മ എന്ത് പോഴത്തരമാണ് ആ പുള്ളി പറഞ്ഞത്. സുവർണ കാലഘട്ടം, ഇവിടെ വന്ന ഇംഗ്ലീഷ്, മാത്സ്, സയൻസ്, ഹിസ്റ്ററി, ഇത്രയും സാധനങ്ങൾ പഠിക്കാനായിട്ട് വെക്കുന്നു. അമ്മയ്ക്കാണെങ്കിൽ കുറച്ച് ചോറും കറിയും ഉണ്ടാക്കിയാൽ മാത്രം മതി. ഞങ്ങൾക്കാണെങ്കിൽ ഹോംവർക്ക് ചെയ്യണം, നിർത്താതെ പരീക്ഷകൾ, പരീക്ഷ കഴിഞ്ഞ ഉടനെ കോച്ചിങ്ങുകൾ, ട്യൂഷൻ, ഇങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ്. അമ്മയ്ക്കാണെങ്കിൽ രാവിലെ കുറച്ച് ഇഡലി ചമ്മന്തിയൊക്കെ ഉണ്ടാക്കണം, ഉച്ചയ്ക്ക് ചോറുണ്ടാക്കണം. അതോടെ അമ്മയുടെ ജോലി തീർന്നു. ഇന്നിവിടെ വായിച്ച നരേന്ദ്രമോദിയുടെ സെയിങ് ഉണ്ട്, ഒരു വ്യക്തിയുടെ വിജയത്തിന് പിന്നിൽ മാതാവിൻ്റെയും നിങ്ങളുടെ അധ്യാപകരുടെയും വില അല്ലെങ്കിൽ അവരുടെ കോൺട്രിബ്യൂഷൻ വളരെ വളരെ സിഗ്നിഫിക്കൻ്റാണ്. ഇന്ന് ഞാൻ ഒരു പിതാവായി, ഒരു പേരൻ്റായി നിന്ന് എൻ്റെ മകൻ സ്കൂളിൽ പോകുന്ന അവസ്ഥയിലെത്തുമ്പോൾ ഞാൻ റിയലൈസ് ചെയ്യുന്നു എന്താണ് ഒരു പേരൻ്റ് എടുക്കുന്ന എഫേർട്ടാണ്. ഇന്ന് എനിക്ക് മനസ്സിലാവും, അന്ന് എൻ്റെ അമ്മ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾക്ക് ആ പല രീതിയിലുള്ള സ്ട്രെസ്സ് ഫീൽ ചെയ്യാതിരുന്നത്. കാരണം സ്കൂളിൽ നിന്ന് വന്നു കൈ കഴുകി വന്നിരിക്കുമ്പോഴത്തേക്ക് എൻ്റെ അമ്മ എനിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഉള്ള അമ്മമാരും ടീച്ചേഴ്സും അച്ഛന്മാരുടെയൊക്കെ പ്രേരണയിലാണ് നമ്മളുടെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കുട്ടികൾ പഠിച്ച് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഊഹിക്കാമോ, നമ്മളുടെ ഇന്ത്യ ഗവൺമെൻറ് ഇന്ന് എഡ്യൂക്കേഷൻ ബഡ്ജറ്റായിട്ട് എത്ര രൂപയാണ് മാറ്റി വെക്കുന്നതെന്ന്? ഒന്ന് ഊഹിക്കാനെങ്കിലും പറ്റുമോ ആർക്കെങ്കിലും? ഏതാണ്ട് 1.25 ലക്ഷം കോടിയാണ് ഒരു വർഷത്തെ ഇന്ത്യ ഗവൺമെൻറ് എഡ്യൂക്കേഷന് വേണ്ടി മാറ്റിവെക്കുന്ന ബഡ്ജറ്റ്. ടിപ്പിക്കലി പറഞ്ഞാൽ അത്രയും രൂപയുണ്ടെങ്കിൽ ഏതാണ്ട് 60 വിമാനങ്ങൾ ഇന്ത്യ ഗവൺമെൻറ്റിന് വാങ്ങിക്കാം. അപ്പോൾ അത്രയേറെ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ അധ്യാപകർ, മാതാപിതാക്കൾ എന്നവർ മാത്രമല്ല, ഈ ഗേറ്റിന് ഫ്രണ്ടിൽ നിങ്ങൾക്ക് രാവിലെ സ്കൂൾ ടൈം ആകുമ്പോൾ വാഹനത്തെ നിയന്ത്രിക്കാൻ നിൽക്കുന്ന സെക്യൂരിറ്റി ഉൾപ്പെടെ, പോലീസുകാരനുൾപ്പെടെ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന സേവനങ്ങൾ നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് നാളെ ഒരു കാലത്ത് ഈ ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യയെ ഒരു ഡെവലപ്ഡ് എക്കോണമി ആക്കാൻ പോകുന്ന ഗവേഷണങ്ങളും അതിനുള്ള ഡെവലപ്മെൻറ്റ്സിൻ്റെയും ഭാഗമാകാൻ ഇന്നിവിടെ ഇരിക്കുന്ന ഓരോ വിദ്യാർത്ഥിക്കും കഴിയും എന്ന പ്രതീക്ഷയിലാണ്. നിങ്ങൾ എത്ര പേര് മൈക്കൽ കോളിൻസ് എന്ന വ്യക്തിയെ കേട്ടിട്ടുണ്ട്? ഒന്ന് കൈവക്കാവോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈവക്കാം. ഒരാൾ കേട്ടിട്ടുണ്ട്. എഡ്വിൻ ഓൾഡ്രിൻ എന്ന് പറയുന്ന പേര് എത്ര പേര് കേട്ടിട്ടുണ്ട്? എഡ്വിൻ ഓൾഡ്രിൻ, ഓക്കെ, 2-3 പേര് കേട്ടിട്ടുണ്ട്. നീൽ ആംസ്ട്രോങ് എന്ന് പറയുന്ന പേര് എത്ര പേര് കേട്ടിട്ടുണ്ട്? നിങ്ങൾ മടിക്കേണ്ട കാര്യമില്ല, കേട്ടിട്ടുള്ളവരെല്ലാം പറയും. ഓക്കെ, ഓൾമോസ്റ്റ് എല്ലാവരും കേട്ടിട്ടുണ്ട്. അതായത് ചന്ദ്രനിൽ മനുഷ്യൻ പോയ ആദ്യ പേടകമായ അല്ലെങ്കിൽ ആദ്യ മിഷനായ അപ്പോളോ 11-ലെ 3 ആസ്ട്രോനോട്ട്സ് ആണ് എഡ്വിൻ ഓൾഡ്രിൻ, മൈക്കൽ കോളിൻസ്, നീൽ ആംസ്ട്രോങ്. ഞാൻ ഈ ചോദ്യം ഏതാണ്ട് ഒരു 10-40 സ്കൂളുകളിലും കോളേജുകളിലുമായിട്ട് ചോദിച്ചിട്ടുണ്ട്. മൈക്കൽ കോളിൻസ് എന്ന് പറയുന്ന വ്യക്തിയെ ഒരു സ്കൂളിലെങ്ങാണ്ട് മാത്രമേ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളൂ. മൈക്കൽ കോളിൻസ് എന്ന് പറയുന്ന വ്യക്തി എഡ്വിൻ ഓൾഡ്രിനും നീൽ ആംസ്ട്രോങ്ങിനും മൂണിൽ ഇറങ്ങാൻ വേണ്ടി അവിടെ പേടകത്തിനകത്തിരുന്ന് അതിനെ കൺട്രോൾ ചെയ്ത വ്യക്തിയാണ് മൈക്കൽ കോളിൻസ്. പുള്ളിക്ക് ചന്ദ്രനിൽ ഇറങ്ങാൻ പറ്റിയില്ല എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ട് ഹിസ്റ്ററി ഹാസ് ഫോർഗോട്ടൺ, പുള്ളിയെ മറന്നുപോയി.
അപ്പോൾ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ലോകം അതാണ്. ഇറ്റ് ഈസ് എ കോമ്പറ്റീറ്റീവ് വേൾഡ്. ഇവിടെ നമ്മൾ ചെയ്യുന്ന ജോലികൾ, നമ്മൾ ചെയ്യുന്ന കാര്യം എന്തും ആകട്ടെ, അതിൽ വളരെ വളരെ ആത്മാർത്ഥതയോടെ അതിനകത്ത് എക്സൽ ചെയ്താൽ മാത്രമേ നമുക്ക് ചരിത്രത്തിൻ്റെ ഭാഗമാവാൻ പറ്റൂ, അല്ലെങ്കിൽ ചരിത്രത്തെ സൃഷ്ടിക്കാൻ കഴിയും. ഞങ്ങൾ സ്കൂൾ കാലഘട്ടത്തിൽ, ഞാൻ ഈ പറഞ്ഞ 6ാം ക്ലാസ് 7ാം ക്ലാസ് കഴിഞ്ഞ് ഞങ്ങളൊരു 10-11 എത്തിയപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിൽ നമ്മളെപ്പോഴും സാധാരണ അന്ന് എല്ലാ ടീച്ചേഴ്സും ക്ലാസ്സിൽ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, വാട്ട് ഈസ് യുവർ അംബീഷൻ? നമുക്ക് ജീവിതത്തിൽ എന്താവണം, വാഴ്ക്കയിൽ ഉനക്ക് എന്നാകണം. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് അങ്ങനെ വലിയ മോഹങ്ങളോ വലിയ ആസ്പിറേഷൻസ് ഒന്നുമില്ല. അന്ന് ഞങ്ങളുടെ ഒരു ഫ്രണ്ട് സർക്കിളിൽ നമ്മൾ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് വലിയ അംബീഷൻ ഒന്നുമില്ല, വി ആർ നോട്ട് അംബീഷ്യസ്, ബട്ട് ഞങ്ങൾക്ക് 1 2 3 4 5 കിട്ടിയാൽ മതി. അംബീഷൻ ഒന്നുമില്ല, ജസ്റ്റ് 1 2 3 4 5 കിട്ടിയാൽ വി ആർ ഹാപ്പി. എന്താ ഈ 1 2 3 4 5 എന്ന് ഊഹിക്കാവോ? 1 എന്ന് പറഞ്ഞാൽ 1 വൈഫ്. കാരണം നമുക്ക് ജോലി കിട്ടിയാൽ മാട്രിമോണിയൽ കോളത്തിനകത്ത് വിലയുള്ളൂ, എന്നാലേ നല്ല കല്യാണം കഴിക്കാൻ പറ്റൂ. യു വിൽ ഗെറ്റ് മാരീഡ് ടു എ ഗുഡ് ഗേൾ. വാട്ട് വിൽ ബി 2? 2 എന്തായിരിക്കും? 2 കുട്ടികൾ. കാരണം കല്യാണം കഴിച്ചാൽ നമ്മുടെ ഒരു ഇന്ത്യൻ സ്റ്റാൻഡേർഡിൽ ഒരു ഭാര്യ 2 കുട്ടികളാണ്. ഇനി 3 എന്തായിരിക്കും? ഭാര്യയും കുട്ടികളും വന്നു കഴിഞ്ഞാൽ അടുത്തത് ഇവരെ താമസിക്കാൻ ഒരു 3 ബെഡ്റൂമുള്ള വീട് വേണം. നമ്മുടെ ഒരു ലോക്കൽ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നമ്മളെല്ലാവരും ഒരു 3 ബെഡ്റൂമുള്ള വീട് ഉണ്ടാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇനി അടുത്ത് 4 എന്തായിരിക്കും? വീടായി, ഭാര്യയായി, മക്കളായി. അടുത്ത വേണ്ടത് നമുക്കൊരു 4 വീലർ വണ്ടി വേണം. കാറോ ഒരു ജീപ്പോ ഒക്കെ ഉണ്ടെങ്കിൽ സ്വസ്ഥമായിട്ട് ഭാര്യയും മക്കളൊക്കെ ആയിട്ട് യാത്ര ചെയ്യാം. ഇനി 5 എന്തായിരിക്കാം? ഇതെല്ലാം നിലനിൽക്കണമെങ്കിൽ ഒരു 5 ശമ്പളം വേണം. ഒരു 10,000 rupees 20,000 rupees മാതിരി ശമ്പളം കിടച്ചാൽ ഇതെല്ലാം നിലനിൽക്കാൻ முடியும். അപ്പോൾ 1 2 3 4 5 കിടച്ചാൽ നമുക്ക് എല്ലാം ഹാപ്പി ആയി. ഇതെല്ലാം കിടച്ചില്ല, എനിക്ക് ISR ജോലി കിടക്കുന്നപ്പുറം ഇതെല്ലാം ആയിരിച്ചു. അപ്പം ഞാൻ നോക്കി, ഈസ് ദാറ്റ് വാട്ട് വിൽ ഡ്രൈവ് മീ ഫോർ ദ റെസ്റ്റ് ഓഫ് മൈ ഫ്യൂച്ചർ? കാരണം ഞാനൊരു 25 വയസ്സിൽ ISRയിൽ കയറി സർവീസ് വെച്ച് എനിക്കൊരു 35 വർഷം ഇനി സർവ് ചെയ്യാനുണ്ട്. ഈ 5 കാര്യങ്ങൾ ഞാൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻ ഐ മൂവ് ഫോർവേഡ്? അന്നേരമാണ് ഞാൻ സ്വപ്നം കാണാൻ തുടങ്ങിയത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്നാണ് ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആയെന്ന് അറിയാം. ഇൻഡിപെൻഡൻസ് കിട്ടിയതെന്നാണ് എല്ലാവർക്കും അറിയാം. ഓഗസ്റ്റ് 15-ാം തീയതി 1947 വി ബിക്കേം ഇൻഡിപെൻഡൻറ്റ്. ആദ്യത്തെ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്തത് എന്നാണെന്നറിയാം? 1957. അത് റഷ്യ സ്പുട്നിക് എന്ന് പറയുന്നൊരു സാറ്റലൈറ്റ് വാസ് ലോഞ്ച്ഡ് ബൈ റഷ്യ. അതായത് നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടി 10 വർഷം കഴിഞ്ഞപ്പോൾ. ആ റഷ്യ 1957 ഒരു സാറ്റലൈറ്റിനെ ലോഞ്ച് ചെയ്യാനുള്ള ടെക്നോളജി വാസ് അവൈലബിൾ വിത്ത് ദം. അന്ന് നമ്മൾ സാറ്റലൈറ്റ് എന്താണെന്നോ റോക്കറ്റ് എന്താണെന്നോ അല്ലെങ്കിൽ ആൾക്കാർക്ക് ഒരു നേരത്തെ ആഹാരം കിട്ടാനുള്ള വക എന്താണെന്ന് പോലും നമുക്ക് നിശ്ചയമില്ലാത്ത സമയത്ത് റഷ്യ ഹാസ് ലോഞ്ച്ഡ് എ റോക്കറ്റ്. 1961 എന്ത് പറ്റി? റഷ്യ സെൻഡ് എ ഫസ്റ്റ് ആസ്ട്രോനോട്ട് ഓർ കോസ്മോനോട്ട് ആസ് ദേ കോൾ ടു സ്പേസ്. യൂറി ഗഗാറിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അവരാദ്യമായി സ്പേസിലേക്ക് അയച്ചു. അന്ന് അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ശീതയുദ്ധം നടക്കുന്ന സമയത്ത് അമേരിക്ക വാസ് ടേക്കൺ ബാക്ക്. കാരണം അമേരിക്കയ്ക്ക് ഒരു റോക്കറ്റോ ഒരു സാറ്റലൈറ്റ് ലോഞ്ചോ ഒന്നും ചെയ്യാത്ത സമയത്ത് റഷ്യ സാറ്റലൈറ്റും ലോഞ്ച് ചെയ്തു, ഒരു വ്യക്തിയെ ബഹിരാകാശത്ത് എത്തിക്കുകയും ചെയ്തു. അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു ജോൺ എഫ് കെന്നഡി തീരുമാനിക്കുകയാണ്, എന്ത് സംഭവിച്ചാലും ആ ദശാബ്ദം തീരുന്നതിന് മുമ്പ്, അതായത് 1970 മുമ്പേ ഒരു അമേരിക്കൻ ചന്ദ്രനിൽ പോയി തിരിഞ്ഞ് വരുവാണ്. അന്ന് ചന്ദ്രനിൽ പോകുന്നത് എങ്ങനെയാണെന്നോ അതിന് എങ്ങനത്തെ റോക്കറ്റ് വേണമോ എന്നൊന്നും അറിയില്ല. പക്ഷേ അന്ന് ഒരു വ്യക്തി കണ്ട സ്വപ്നത്തിൻ്റെ ഫലമായിട്ടാണ് 8 വർഷങ്ങൾക്കിപ്പുറം 1969 1969 ഒരു മനുഷ്യൻ മൂണിൽ പോയിട്ട് തിരിച്ചു വന്നത്. അപ്പം അന്നാണ് 1969 അമേരിക്ക ചന്ദ്രനിൽ പോയി ഒരാളെ തിരിച്ചിറക്കി. നമ്മൾ അന്നും സ്പേസ് പ്രോഗ്രാം നമുക്ക് തുടങ്ങിയിട്ടോ നമുക്കൊരു റോക്കറ്റോ ഉണ്ടായിട്ടില്ല. 1985 1985 ഇന്ത്യയുടെ ഫസ്റ്റ് ഒരു സ്മോൾ റോക്കറ്റായി SLV-3, അതായത് ഡോക്ടർ APJ അബ്ദുൽ കലാം സാറ് പ്രോജക്റ്റ് ഡയറക്ടറായിരുന്ന SLV-3 എന്ന് പറയുന്ന റോക്കറ്റ് ലോഞ്ച് ചെയ്തു.
ആ റോക്കറ്റ് ലോഞ്ച് ചെയ്ത് നമ്മൾ 1985 നിന്ന് തുടങ്ങി ഏതാണ്ട് 40 വർഷങ്ങൾക്കിപ്പുറം 2023 നമ്മളെക്കാളും ഏതാണ്ട് 30 വർഷം മുമ്പേ സാറ്റലൈറ്റ് ലോഞ്ച് ടെക്നോളജി ഉണ്ടായിരുന്ന റഷ്യക്ക് മുമ്പേ പോയി ചന്ദ്രനിൽ ലാൻഡ് ചെയ്യാൻ പറ്റി. നമ്മളെ ചന്ദ്രയാൻ 3 ലാൻഡ് ചെയ്യുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ റഷ്യ ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചു, പരാജയപ്പെട്ടു. ഇതിൻ്റെ പിന്നിലുള്ള മെസ്സേജ് എന്ന് പറയുന്നത് സ്വപ്നം കാണുക എന്നുള്ളതാണ് ജീവിത വിജയത്തിന് വേണ്ട ആദ്യത്തെ പടി. ഇഫ് യു സ്റ്റാർട്ട് ഡ്രീമിംഗ് ഓൺലി യു വിൽ ലേൺ. ഇഫ് യു ലേൺ ഓൺലി യു വിൽ ഗ്രോ. ആൻഡ് അൺലെസ് യു ഗ്രോ യു വിൽ നെവർ ബി ഏബിൾ ടു അച്ചീവ് യുവർ ഡ്രീംസ്. ഇനി ഇന്ന് നമ്മളുടെ ഒരു ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സിനാരി നോക്കിക്കഴിഞ്ഞാൽ ഞാനൊരു എഞ്ചിനീയറിംഗ് സെക്ടറിലെ എക്സാമ്പിൾ പറയാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഊഹിക്കാവോ ഇന്ന് ഇന്ത്യയിൽ ഒരു വർഷം എത്ര എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുമെന്ന്? ജസ്റ്റ് ഒന്ന് ഊഹിച്ച് പറയാമോ? 10,000, 50,000, 1,00,000? ഇന്ന് ഇന്ത്യയിൽ ഏതാണ്ട് 8 ലക്ഷം എഞ്ചിനീയറിംഗ് സീറ്റുകളാണ് ഒരു വർഷം ഉള്ളത്. എന്നിട്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ ഇന്ത്യയിലെ ഒരു എഞ്ചിനീയറിംഗ് ജോബ് എഞ്ചിനീയറിംഗ് ജോലി സെർച്ച് ചെയ്യുന്ന സൈറ്റാണ് Naukri.com. അതിനകത്ത് ഞാൻ സെർച്ച് ചെയ്യുമ്പോൾ ലൈവായിട്ടുള്ള ജോബ് വേക്കൻസീസ് എന്ന് പറയുന്നത് ഏതാണ്ട് 75,000, 75,000. അതായത് ഓഫ് 8 lakh എഞ്ചിനീയേഴ്സ് ഹു പാസ് ഔട്ട് ഇൻ ഇന്ത്യ എവറി ഇയർ, ലെസ് ദാൻ 10% only ക്യാൻ ഗെറ്റ് ജോബ്. 10% ആൾക്കാർക്ക് ജോലി കിട്ടുള്ളൂ. പക്ഷേ ഈ സിനാരിയോ അല്ല ലോകത്തെമ്പാടും. കാരണം എന്താണ് എന്ന് നമ്മൾ ചിന്തിച്ചാൽ ഇവിടെ നമ്മളെല്ലാവരും ജോലി കിട്ടാനാണ് ശ്രമിക്കുന്നത്. നമ്മൾ ഒരു സംരംഭകനായി ഒരു ജോലി കൊടുക്കുന്ന സ്ഥാപനം തുടങ്ങുന്നതിനെ പറ്റി നമ്മൾ ആരും ചിന്തിക്കുന്നില്ല. പക്ഷേ ഇന്ന് ആ സിനാരിയോ മാറി. കാരണം കഴിഞ്ഞ വർഷം ISRO ഒക്ടോബറിലൊരു വേൾഡ് സ്പേസ് വീക്ക് പ്രോഗ്രാം എന്ന് പറഞ്ഞ് ബഹിരാകാശ വാരം എന്ന് പറഞ്ഞ് ഒരാഴ്ചത്തെ ആഘോഷം സംഘടിപ്പിക്കാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ തീം എന്ന് പറയുന്നത് ഇന്ത്യ സ്പേസ് റിലേറ്റഡ് സ്റ്റാർട്ടപ്പുകൾ, അതായത് പുതിയ പുതിയ സംരംഭകരെ കൊണ്ടുവരുന്ന ഒരു പ്രോഗ്രാം നടത്തി. ടു സർപ്രൈസ്, കേരളത്തിൽ നിന്ന് മാത്രം 140 സംരംഭകരാണ് സ്പേസ് ടെക്നോളജിയിൽ മാത്രം മുന്നോട്ട് വന്നത്. ആൻഡ് അവരുടെ ഇവാലുവേഷൻ പ്രോസസ്സ് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായത് എക്സലൻറ്റ് ഐഡിയാസുമായിട്ടാണ് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓൾ ഓഫ് ദം ആർ കറൻ്റ്ലി എംപ്ലോയിങ് അറൌണ്ട് 25 to 30 പീപ്പിൾ. 25-30 പേർക്ക് ജോലി കൊടുക്കാവുന്ന സ്റ്റാർട്ടപ്സ് ആയിട്ട് കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് തന്നെ ഏതാണ്ട് 140-150 സ്റ്റാർട്ടപ്പുകൾ വന്നു. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ സംസാരിച്ചപ്പോഴത്തേക്ക് അവർ ചോദിച്ചു, സ്റ്റാർട്ടപ്പ് തുടങ്ങണമെങ്കിൽ ഒരുപാട് എന്തെങ്കിലും ഐഡിയാസ് വേണ്ടേ, എന്തെങ്കിലും പ്രശ്നങ്ങൾ വേണ്ടേ, പ്രോബ്ലംസ് വേണ്ടേ, അതിനുള്ള സൊല്യൂഷൻ വെച്ചിട്ടല്ലേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതിനുള്ള ഉത്തരം ഒന്ന് മാത്രമാണ്, നമ്മളൊന്ന് കണ്ണ് തുറന്ന് ചെവി കൂർപ്പിച്ച് ചുറ്റും നടന്നാൽ മതി. കാരണം ഇന്ന് നമ്മൾ നോക്കിയാൽ ഇന്ന് ഇലക്ട്രിക് വെഹിക്കിൾ ടെക്നോളജി ഭയങ്കരമായിട്ട് ബൂം ചെയ്തിരിക്കുന്ന സമയമാണ്. നിങ്ങൾ നോക്കിയാൽ ഇലക്ട്രിക് കാറുകളും ഇലക്ട്രിക്കൽ സ്കൂട്ടറുകളും ഇങ്ങനെ ആയിരക്കണക്കിന് വണ്ടികളാണ് ഇറങ്ങുന്നത്. ഇതിൻ്റെ എല്ലാം ബാറ്ററി ലൈഫ് എന്ന് പറയുന്നത് ഒരു 6 വർഷം അല്ലെങ്കിൽ 7 വർഷമാണ്. നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ 7 വർഷം കഴിഞ്ഞാൽ ഈ ബാറ്ററി മുഴുവൻ ഇലക്ട്രോണിക് വേസ്റ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ റീസൈക്കിൾ ചെയ്യാനുള്ള അല്ലെങ്കിൽ ഈ ബാറ്ററിയെ വീണ്ടും ഉപയോഗിക്കാനുള്ള എന്തെങ്കിലും ഒരു ടെക്നോളജി ഇന്ന് ഉണ്ടാക്കിയാൽ നിങ്ങൾ എഴുതി വെച്ചോ, ആ ഫേം 5 years from now മിനിമം 1000 കോടി ടേൺ ഓവർ ഉള്ള ഒരു കമ്പനി ആയിരിക്കും. ഇന്ത്യ ഇന്ന് സ്വപ്നം കാണുന്നത് ബഹിരാകാശത്തേക്ക് ഒരു മനുഷ്യൻ, ഒരു ഇന്ത്യൻ യാത്രികനെ അയച്ച് ഒരു 3-4 ദിവസം ബഹിരാകാശത്ത് നിന്നിട്ട് തിരിച്ച് വന്ന് ലാൻഡ് ചെയ്യാനാണ്. ആ ലാൻഡ് ചെയ്യാനുള്ള മിഷനിൽ ഞങ്ങളിങ്ങനെ മിഷൻ പ്ലാനിങ് തുടങ്ങിയപ്പോൾ നമ്മൾ നോക്കുക, ഒരു മനുഷ്യൻ ഒരു ദിവസം രാവിലെ എണീക്കുന്നത് തൊട്ട് രാത്രി അദ്ദേഹം ഉറങ്ങുന്നിടം വരെയുള്ള എല്ലാ ടെക്നോളജിയും ഒന്നേന്നുണ്ടാക്കിയാലേ നമുക്ക് ബഹിരാകാശത്ത് പോകാൻ പറ്റും. ഞാൻ രാവിലെ എണീറ്റു, ആദ്യം ചെയ്യുന്ന എന്താണ്, ഞാനൊന്ന് മുഖം കഴുകും. എനിക്ക് ബഹിരാകാശത്ത് പോയി വെള്ളം എടുത്തൊഴിച്ച് മുഖം കഴുകാൻ പറ്റുമോ? കാരണം ഗ്രാവിറ്റി ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വെള്ളം ഒഴിച്ച് കഴുകാൻ പറ്റില്ല. അപ്പം അയാൾക്ക് മുഖം കഴുകാനുള്ളൊരു ഫെസിലിറ്റി ഉണ്ടാക്കുക എന്നുള്ളത് ഒരു മിനിമം എസെൻഷ്യൽ റിക്വയർമെൻറ്റാണ്. രണ്ടാമത് നമ്മളെല്ലാവരും പല്ല് തേക്കും. നമുക്ക് പല്ല് തേച്ച് കഴിഞ്ഞാൽ നമ്മൾ പല്ല് തേച്ചതുള്ള വായി കൊപ്പിളിച്ച് വി ഓൾ സ്പിറ്റ് ടു ദ വാഷ് ബേസിൻ. ഗ്രാവിറ്റി ഇല്ലെങ്കിൽ എനിക്ക് സ്പിറ്റ് ചെയ്യാൻ പറ്റുമോ? ഞാൻ സ്പിറ്റ് ചെയ്യുന്നത് എൻ്റെ മുഖത്തോട്ട് തന്നെയല്ലേ വരിക. അപ്പോൾ അയാൾക്ക് പല്ല് തേക്കാനുള്ളൊരു ഫെസിലിറ്റി ഉണ്ടാകുക എന്നുള്ളത് ഈസ് എ പ്രോബ്ലം ടുഡേ. ഇന്ന് ഒരു ബഹിരാകാശ യാത്രികൻ സ്പേസിൽ നിൽക്കണമെങ്കിൽ അയാൾ ഒരു 12 മണിക്കൂർ എക്സസൈസ് ചെയ്താൽ മാത്രമേ അയാൾക്ക് കാലിലേക്കുള്ള ബ്ലഡ് സപ്ലൈ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ.
ആ 12 മണിക്കൂർ എക്സസൈസ് ചെയ്ത് കഴിയുമ്പോൾ അയാൾക്കുണ്ടാകുന്ന ആയാസം എത്രത്തോളാണെന്ന് ആലോചിച്ച് നോക്കും. അതിനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് റിയൽ പ്രോബ്ലമാണ്. അപ്പം ഇതുപോലുള്ള സ്കൂളുകൾ ഇനി ചിന്തിക്കേണ്ടത്, നിങ്ങൾക്ക് നരേന്ദ്രമോദി ജി പ്രധാനമന്ത്രിയുടെ വിഷനിലുള്ള അടൽ ടിങ്കറിംഗ് ലാബ്സ് പോലെ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള പ്രാക്ടിക്കൽ പ്രോബ്ലംസ് അഡ്രസ്സ് ചെയ്യാനും അതിനകത്ത് എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രാക്ടിക്കൽ എക്സ്പോഷർ കിട്ടാനും അവരുടെ സ്കിൽ ഡെവലപ്മെൻറ്റും വേണ്ടിയുള്ള ലാബുകൾ തുടങ്ങാവുന്നതാണ്. ആ ലാബുകളിൽ അവർ പഠിച്ച ബുക്കിലുള്ള കാര്യങ്ങൾ മാത്രമല്ല, അത് അപ്ലൈ ചെയ്യാനുള്ള പ്രോബ്ലംസ് പോസ് ചെയ്ത് അവരോട് അതിനുള്ള സൊല്യൂഷൻസ് കൊണ്ടുവരാനും അവർക്കതൊന്ന് പ്രോട്ടോടൈപ്പ് ചെയ്യാനുമുള്ള പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കും. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയെയും ഇൻഫാക്ട് എൻ്റെ ഇതിലായതുകൊണ്ട് ISROയും അതിനു വേണ്ടിയുള്ള ഒരുപാട് പ്രോജക്ട്സും ഫണ്ടുകളും മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള പ്രപ്പോസൽസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനങ്ങളെല്ലാം നമുക്ക് പിള്ളേർക്ക് ഇപ്പോഴേ അവരുടെ ബഡ്ഡിങ് സ്റ്റേജിൽ അവരിപ്പോൾ തുടങ്ങുന്ന സമയത്ത് തന്നെ ഇതെല്ലാം അവർക്ക് കാട്ടിക്കൊടുക്കുക, അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ ദേ വിൽ ബിക്കം വെരി വെൽ കേപ്പബിൾ പീപ്പിൾ ഹൂ ക്യാൻ ടേക്ക് ഇന്ത്യ ടു ഗ്രേറ്റ് ഹൈറ്റ്സ്. ഇനി ISROയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ISRO സ്പെൻഡ് ചെയ്യുന്ന ഏറ്റവും വലിയ എഫേർട്ടുകളിലൊന്നെന്ന് പറയുന്നത് ഗ്രാമങ്ങളിലേക്കും റിമോട്ടിലുള്ള സ്കൂളുകളിലേക്കും പോയി കുട്ടികളിൽ ഒരു അവബോധം ഉണ്ടാക്കുക എന്നുള്ളതാണ്. കാരണം ISROയുടെ ഇന്നത്തെ ചെയർമാനും മുൻ ചെയർമാന്മാരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി എല്ലാം വിശ്വസിക്കുന്നത് ഇന്നത്തെ സാധാരണ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളായിരിക്കും നാളെ ISROയെ നയിച്ച് വലിയ വലിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുക. കാരണം നമുക്ക് ഇനി മനുഷ്യനെ ചന്ദ്രനിലെത്തിക്കണം, അവിടെ പോയി അവിടുന്ന് സാമ്പിളുകൾ കൊണ്ടുവരണം, മനുഷ്യനെ മാർസിൽ കൊണ്ടുപോകണം, സ്പേസ് സ്റ്റേഷൻ ഉണ്ടാക്കണം. ഇന്ന് ഇതുവരെ ISRO ചെയ്തതിൽ നിന്നും എത്രയോ കൂടുതൽ കാര്യങ്ങൾ ഇനി ചെയ്യാനിരിക്കുക. അതിനുവേണ്ടി പ്രാപ്തരായിട്ടുള്ള ഒരു തലമുറ വാർത്തെടുത്താൽ മാത്രമേ ഇന്ന് ഇന്ത്യ വിഭാവനം ചെയ്യുന്ന പോലെ 2047 100 വർഷത്തെ ഇൻഡിപെൻഡൻസ് ആഘോഷിക്കുന്ന വേളയിൽ ഇന്ത്യ ഒരു ടെക്നോളജിക്കലി ആൻഡ് എക്കണോമിക്കലി ഡെവലപ്ഡ് രാജ്യമാകാൻ പറ്റുള്ളൂ. സോ ഈ ഒരു സ്വപ്നം കാണുക, ഇന്ത്യ നാളെ ഒരു ഡെവലപ്ഡ് എക്കോണമിയായി, ഒരു ടെക്നോളജിക്ക് ചലഞ്ചിങ് കൺട്രിയായി, ഒരു ആവശ്യങ്ങൾക്കും ലോകത്തെ മറ്റ് രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാത്ത സെൽഫ് സഫീഷ്യൻറ്റ് രാജ്യമായി ആത്മനിർഭർ ഭാരത് ആയിട്ട് നിലകൊള്ളാൻ നിങ്ങൾ ഓരോ കുട്ടികളും മുന്നോട്ട് വരേണ്ടതുണ്ട്. അതിന് ഫുൾ സപ്പോർട്ട് നൽകാനാണ് നിങ്ങളുടെ മാതാപിതാക്കളും ടീച്ചേഴ്സും എല്ലാവരും ഇവിടെ ഉള്ളത്. നിങ്ങൾ ഈ ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്യുക, എൻജോയ് ചെയ്ത് പഠിക്കുക, പഠിക്കുന്നതൊക്കെ മനസ്സിലാക്കി പഠിക്കുക, അതിൻ്റെ സ്കിൽ ഡെവലപ്മെൻറ്റിനുള്ള ഓപ്ഷൻസ് മുന്നോട്ട് നോക്കുക, അതിനുള്ള ഓപ്ഷൻസ് എക്സ്പ്ലോർ ചെയ്യുക, യൂസ് ചെയ്യുക. നിങ്ങളെല്ലാവർക്കും വലിയ വലിയ ഉയരങ്ങളിലേക്ക് എത്താൻ ജഗദീശൻ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ജയ് ഹിന്ദ്.